എത്തുമ്പോൾ ദേശീയ തലത്തിൽ അടക്കം ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ഉത്തരവ് ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒന്നാണ്. അത് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം സംബന്ധിച്ച വിധി പ്രസ്താവമാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് ഈ ഇടക്കാല ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അതിനിടെ കെജ്രിവാളിന് എതിരായ ആദ്യ കുറ്റപത്രം ഇഡി ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, നിയമപരമായ പോരാട്ടത്തിനപ്പുറത്ത് ദേശീയ തലത്തിലടക്കം രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ട ഒരു വിധിയാണല്ലോ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അഭിലാഷ്, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. കാരണം സുപ്രീം കോടതി ഇന്ന് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. കാരണം ഇത് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയിലാണ് നേരത്തെ വാദം കേട്ടിരുന്നെങ്കിൽ പിന്നീട് അത് നീണ്ടുപോകും എന്നതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് കോടതി തന്നെയാണ് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടമായതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുമെന്ന സൂചനയും കഴിഞ്ഞ തവണ കോടതി നൽകിയിരുന്നു. പക്ഷേ അതിനെ എതിർക്കുന്ന നിലപാട് കഴിഞ്ഞ തവണ കോടതിയിൽ സ്വീകരിച്ച ED ഏറ്റവും ഒടുവിൽ ഒരു സത്യവാങ്മൂലം കൂടി സമർപ്പിച്ചിട്ടുണ്ട്. EDയുടെ സത്യവാങ്മൂലത്തിൽ, ഇന്നലെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ED പറയുന്നത് അത് പ്രചാരണത്തിനായി ജാമ്യം അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് ഒട്ടും ഭരണഘടനാപരമായോ അല്ലെങ്കിൽ മൗലിക അവകാശമോ ഒന്നും തന്നെ അല്ല എന്നാണ് ED പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രചാരണത്തിനായി കേജ്രിവാളിന് ജാമ്യം നൽകേണ്ട ഒരു സാഹചര്യവുമില്ല. മറ്റൊന്ന്, നിരവധി കേസുകളിൽ ഈ സമാനമായ രീതിയിൽ ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. അപ്പോൾ കേജ്രിവാളിന് മാത്രമായി ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അത് വിവേചനമാണെന്ന് കൂടി ED ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ശക്തമായ ഭാഷയിൽ കേജ്രിവാളിൻ്റെ ജാമ്യ അപേക്ഷയെ എതിർക്കുകയാണ് ED. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി ഇന്ന് എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇത് നിലവിൽ ഈ സത്യവാങ്മൂലം ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കോടതി ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നിർണായകമാണ്. ഒപ്പം തന്നെ കേജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറയും. കാരണം നേരത്തെ തന്നെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല എന്ന് കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും 50-ാം നമ്പർ കേസായിട്ടാണ് ഇത് ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 2-ാം നമ്പർ കോടതിയിൽ 7-ാമത്തെ കേസാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഉത്തരവ് ഉണ്ടാവുക. തീർച്ചയായും. അതായത് രാകേഷ്, ഇതിപ്പോൾ കോടതി തന്നെ നേരത്തെ നിരീക്ഷിച്ചതാണ്. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവിക്കണമെങ്കിൽ വാദം തുടരുക തന്നെ ചെയ്യും. അതിനിടയിൽ വിധി പറയുക എന്നത് പ്രയാസകരമാണ് എന്ന്. പക്ഷേ ഇന്നിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് 50-ാം നമ്പറിന് ശേഷമാണെങ്കിൽ പോലും ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ. മറ്റൊന്ന്, ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ്. 25-ാം തീയതിയാണ് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഡൽഹിയിലടക്കം BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും തൂത്തുവാരിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് AAP മത്സരിക്കുന്നത്. AAPയുടെ ക്യാപ്റ്റൻ ആണ് ജയിലിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചുകൊണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങിയാൽ അത് രാഷ്ട്രീയമായി എത്രത്തോളം BJPക്ക് വലിയ ആഘാതം സൃഷ്ടിക്കും? പൊതുവെ കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഫലനം എന്താണ്? അഭിലാഷ്, കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യ എതിരാളിയായി BJPയെ പോലെ തന്നെ കോൺഗ്രസും പ്രധാന എതിരാളിയായി ആം ആദ്മി പാർട്ടി കണ്ടിരുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം മാറി. അവിടെ സഖ്യമായി അവർ മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ പ്രചാരണത്തിൽ ഇറങ്ങുന്ന സാഹചര്യം വരും. കാരണം നിലവിൽ രാഷ്ട്രീയമായി കെജ്രിവാളിനെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ ആ പ്രചാരണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടത്തുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ മഹാറാലിയൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ സംഘടിപ്പിച്ചതാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഭാര്യ സുനിത കെജ്രിവാൾ പ്രചാരണത്തിൽ സജീവമാകുന്നതും കണ്ടു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ കെജ്രിവാളിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടാകുന്ന ഊർജ്ജം ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ച് ഡൽഹിയിൽ പിന്നീട് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം അരവിന്ദ് കെജ്രിവാളിന് നിർണായകമാകുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ കെജ്രിവാളിന് 2 ആഴ്ചയെങ്കിലും പ്രചാരണത്തിന്
സമയം ലഭിക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അഭിലാഷ്. ഡൽഹിയിലെ രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ, ഇടക്കാല ജാമ്യം ലഭിക്കുമോ എന്നത്. ജാമ്യം ലഭിച്ചേക്കുമെന്ന സൂചനകൾ ആണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഏറെ സമയം വേണ്ടിവരും. അതുകൊണ്ട് ഇടക്കാല ജാമ്യാപേക്ഷ സംബന്ധിച്ച് വിധി പ്രസ്താവിക്കാം എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയായ പശ്ചാത്തലമാണ്. 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നതേയുള്ളൂ. ഡൽഹിയിൽ നിലവിൽ 7 സീറ്റുകളിലും BJP ആണ് വിജയിച്ചിട്ടുള്ളത്. അതേസമയം ഇത്തവണ വേറിട്ട് നിന്നുകൊണ്ടല്ല, കോൺഗ്രസും AAPയും കൈകോർത്തുകൊണ്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകാൻ കെജ്രിവാളിന് സാധിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ജാമ്യാപേക്ഷയിന്മേലുള്ള ഇടക്കാല ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പ്രസ്താവം പ്രധാനപ്പെട്ടതായി മാറും.